ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, കർത്താവിൻ്റെ സ്നേഹവാചനങ്ങളെ എല്ലാവരെയും ഈ വിശുദ്ധ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ദൈവവചനം കേട്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം നിറയും പ്രിയപ്പെട്ടവരെ. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 10-ാം അധ്യായം 44-ാമത്തെ തിരുവചനത്തിൽ പറയാം. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതുപോലെ ഈ തിരുവചനം ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ആ ടി വിയിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു വചനത്തിൻ്റെ ഒരു അഭിഷേകം, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മൾ കേൾക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ട് നിറയും പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർക്കാണ്, ഒരു മകൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ അടിക്കുമായിരുന്നു. അവന് ദേഷ്യം വന്ന അപ്പം അടിക്കും അമ്മേനെ. പൈസ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അപ്പം അടിക്കും. ഒരിക്കൽ അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് പൈസയൊക്കെ തരാം, പക്ഷെ നീ എൻ്റെ കൂടെ ഒരു ആശ്രമത്തിലേക്ക് വരണം, ധ്യാനത്തിന് വരണം എന്നും പറഞ്ഞു. അവൻ പറഞ്ഞു, അന്ന് എനിക്ക് ഇത്ര പൈസ തരണം, തരാമെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ അവനെയും കൊണ്ട് ധ്യാനത്തിന് കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ വെച്ച് പൈസയൊക്കെ അവന് കൊടുത്തു. അവനവിടെ ഇരിക്കണമെങ്കിൽ കാശ് വേണമെന്നും പറഞ്ഞിട്ട് അവൻ നിർബന്ധം പിടിച്ചു. അമ്മ പൈസ എടുത്ത് കൊടുത്തു. അവനവിടെ ഇരുന്നു. സ്നേഹമുള്ള ദൈവജനമേ, അവിടെ വെച്ച് ഒരു വചനം അവൻ കേട്ടു. ആ തിരുവചനം പ്രഭാഷകന്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കി കളയും. ഈ തിരുവചനം 2-3 ആവർത്തി പ്രസംഗിച്ചു പ്രാസംഗികൻ. അവിടെ ഇരുന്ന് അവൻ കേട്ടു. അത് സ്നേഹമുള്ള ദൈവമക്കളെ, അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ വേദിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ ശാപം മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഒത്തിരി അടിച്ചിട്ടുണ്ട് എൻ്റെ അമ്മേനെ. ഓപ്പണായിട്ട് അവൻ അവിടെ വന്ന് പറഞ്ഞു. സ്നേഹമുള്ള ദൈവമക്കളെ, അമ്മേനെ വിളിപ്പിച്ചു. അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ കുറേ അടിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും 2 വചനം കേൾക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്നതാ. അവൻ പറഞ്ഞു, എനിക്ക് പബ്ലിക്കായിട്ട് എൻ്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. അവൻ അമ്മയുടെ കാൽക്കൽ വീണു. പ്രിയപ്പെട്ടവരെ, 2 പേർക്കും കൂടി പ്രാർത്ഥിച്ചു, 2 ആൾക്കും വേണ്ടി. സ്നേഹമുള്ള ദൈവജനമേ, ഒരു വലിയ മാനസാന്തരത്തിനുടമയായി. അതുകൊണ്ട് ഇന്ന് അനേകർ ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിലും പോട്ടാശ്രമത്തിലും ധ്യാനമന്ദിരങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തിരുവചനം കേൾക്കാം. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം ഇതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം. അതിങ്ങനെയാ വചനം പറയുന്നത്, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ളത്? ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ളത്? അതിൻ്റെ അർത്ഥം, ദൈവം മനുഷ്യകുലത്തിനൊരു വേദന കൊടുക്കുന്നത് ആ മനുഷ്യർ ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് പോലും. അതെങ്ങനെ ദൈവം സന്തോഷിക്കുന്നത്? എനിക്കിപ്പോൾ ഒരു വേദന ദൈവം തരികയാണെങ്കിൽ ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആ വേദന, അതെങ്ങനെ ദൈവം സന്തോഷിപ്പിക്കുന്നത്? അതെങ്ങനെ ദൈവം ആനന്ദിക്കുന്നത് എനിക്കൊരു വേദന കിട്ടുമ്പോൾ? സ്നേഹമുള്ള ദൈവമക്കളെ, ആ വചനം വായിച്ചു പോകുമ്പോൾ അറിയാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം തന്നെ 7-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ വഴി ദൈവം പറയാ, ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചു എന്നതുകൊണ്ട്. 10-ാമത്തെ വചനം പറയാണ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു, അതിലാരും ഖേദിക്കേണ്ടതില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു, അതിലാരും ഖേദിക്കേണ്ടെന്ന്. ഇതിൻ്റെ അർത്ഥം, ഇന്ന് എന്തെങ്കിലുമൊക്കെ വേദനയായിട്ട്, പ്രയാസമായിട്ട്, കഷ്ടപ്പാടായിട്ട്, അസ്വസ്ഥമായ മനസ്സോടുകൂടി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ദൈവം നിന്നെ സ്നേഹിക്കാഞ്ഞിട്ടല്ലാതെ, ദൈവം നിന്നെ ആ ഒരു വേദനയിലൂടെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ ദൈവസ്നേഹം അനുഭവിച്ചറിയണം. നീ ദൈവത്തെ കണ്ടെത്തണം. ജെറമ്യാ പ്രവചനത്തിലൂടെ 29-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞില്ലേ,
നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന്. നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഇന്ന് ലോകത്ത് കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയ ചെറിയ വേദനകൾ കിട്ടാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നവർ? ഇന്ന് വിശുദ്ധരുടെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയ, വേദനയില്ലാതെ വിശുദ്ധനായ ആരുണ്ട് സ്നേഹമുള്ളവർ? എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടില്ലാതെ ഒരു വേദന ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ ആനന്ദിപ്പിക്കാൻ ഇന്ന് ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന് കൂടുതൽ സന്തോഷം ഉണ്ടാകും. സ്വർഗം തുള്ളിച്ചാടുന്നത് എപ്പോഴാണെന്നോ? സ്വർഗം ആനന്ദിക്കുന്നത് എപ്പോഴാണെന്നോ? തൃത്വൈക ദൈവവും തൻ്റെ വിശുദ്ധരും പരിശുദ്ധമ്മയും ഒക്കെ സന്തോഷിക്കുന്നത് ഒരു പാപിയായ വ്യക്തി മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ, ചെയ്ത തെറ്റിനെ കുറിച്ച് അനുദപിക്കുമ്പോൾ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ദൈവമേ, ഇത്രമാത്രം ഞാൻ നിന്നെ വേദനിപ്പിച്ചല്ലോ. ഇങ്ങനെ പശ്ചാത്താപത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി ഒരു വേദന ചിലപ്പോൾ ദൈവം അനുവദിക്കും. എന്തിനാ ഈ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നത്? അതുവഴി നീ രക്ഷ പ്രാപിക്കണം. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നത്. ഒരു സ്വർഗമുണ്ട് പ്രിയപ്പെട്ടവരെ, മരണശേഷം ഒരു സ്വർഗമുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത്രയും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടെന്ന്. പല ആത്മായ ശുശ്രൂഷകരെ വിവാഹം വേണ്ട, വൈദികരൊക്കെ കാര്യം എടുത്ത് നോക്കിയാൽ കല്യാണം വേണ്ട, കുടുംബം വേണ്ട, എല്ലാം വിട്ടെറിഞ്ഞ് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വൈദികൻ ഈ ഭൂമിയിൽ എന്ത് നേട്ടം പ്രതീക്ഷിച്ചിട്ടാ പ്രിയപ്പെട്ടവര്? അനേകം സിസ്റ്റേഴ്സ് ഈ ഭൂമിയിൽ എന്ത് നേട്ടം പ്രതീക്ഷിച്ചിട്ടാ? അവർക്കൊരു ലക്ഷ്യമുണ്ട്, സ്വയം സ്വർഗത്തിൽ പോകണം, മറ്റുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണം. ഈ ഒരു ലക്ഷ്യം തന്നെയാണ് സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവരുടെയും ലക്ഷ്യം. എനിക്ക് പോകണം, മറ്റുള്ളവരെയും കൊണ്ടുപോകണം. ഞാനിത് തിരിച്ചറിഞ്ഞ എന്നാന്ന് പറയും പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ പണ്ടൊരു ശുശ്രൂഷയ്ക്ക് ഞാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഇവിടെയുള്ളൊരു പ്രേക്ഷിതനായ ശുശ്രൂഷകനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് നെഞ്ചുവേദന അധികമായിട്ട് തൊട്ടടുത്തുള്ള സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി സ്നേഹമുള്ളവരെ. ആ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കോട്ടയം സൈഡ് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്ന വഴി ഡിവൈൻ ധ്യാന മന്ദിരം, അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ആലയമല്ലേ, ആ ആലയത്തിലേക്ക് ആ ഡെഡ് ബോഡി ഒന്ന് കൊണ്ടുപോയി അവിടെയുള്ള ആളുകൾക്കൊക്കെ കാണാൻ. അന്ന് അവിടെ ഞാൻ കണ്ടു, ബഹുമാനപ്പെട്ട ജീവിക്കുന്ന പ്രവാചകരായ മാത്യു നായിക്കമ്പറമ്പിലച്ഛനും ഉണ്ടായിരുന്നു, ജോർജ് പനക്കിലച്ഛനും ഉണ്ടായിരുന്നു. ആ 2 വൈദികരും വന്നു ഡെഡ് ബോഡിയുടെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുക. പ്രേക്ഷിത ഗണം മുഴുവനുണ്ട്, ഒത്തിരി പ്രേക്ഷിത ശുശ്രൂഷകരുണ്ട് ഇവിടെ. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് പനക്കിലച്ഛനും മാത്യച്ഛനൊക്കെ മാറി മാറി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അന്ന് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു. എൻ്റെ ഹൃദയത്തിൽ അത് തുളച്ചു കയറി. അതിങ്ങനെയായിരുന്നു: പിതാവായ ദൈവമേ, കർത്താവായ യേശുവേ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കുമെന്ന്. എൻ്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കുമെന്ന്. നിന്റെ പൊന്നുമോൻ ഇവിടെ ശുശ്രൂഷ ചെയ്ത് ഇതാ മരിച്ചു തമ്പുരാന്, നിന്റെ അടുക്കൽ ഇവനെ ചേർത്ത് നിർത്തണമേ. എൻ്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കുമെന്ന്. ഈ മകനെ നിന്റെ അടുക്കൽ ചേർത്ത് നിർത്തണമേ എന്ന് പനക്കലച്ഛനും ജോർജ് പനക്കലച്ഛനും മാത്യു നായിക്കമ്പറമ്പിലച്ഛനും പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ, സഹനമുണ്ട്, ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്, ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. ആരും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യില്ല, ആരുമല്ല നമുക്ക് പ്രതിഫലം തരുന്നത്, ആരും നമ്മളെ ഗൗനിക്കില്ല. പ്രത്യേകിച്ച് ആത്മായ ദൈവമക്കളെ ആരും ഗൗനിക്കില്ലെന്ന് വേണ്ടെന്ന്. പക്ഷേ ഒരു പ്രതിഫലമുണ്ട്, നിന്റെ സഹനത്തിനൊരു പ്രതിഫലമുണ്ട്. ദൈവം ചില വേദനകൾ തരുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് അനുദപിക്കാനും രക്ഷ പ്രാപിക്കാനും. 2, നിനക്കൊരു സഹനമായിട്ടൊരു വേദന ദൈവം തരുന്നുണ്ടെങ്കിൽ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക ദൈവം. നീ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, എനിക്ക് പരിചയമുള്ള ഒരു ജോയ്ക്കുട്ടി പതർ, പ്രിയപ്പെട്ടവരെ, കൊറോണ കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. ഞാൻ ഒത്തിരി മനസ്സാലെ ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി.
അദ്ദേഹം മരിച്ചു പോയപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവിനോട്, എന്ത് കഷ്ട കർത്താവ്, എന്ത് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട് ടി വിയിലും മറ്റ് ധ്യാനമന്ദിരങ്ങളിലൊക്കെ. എന്ത് കഷ്ട ദൈവമേ. അന്നും ദൈവം എൻ്റെ മനസ്സിൽ തന്ന പ്രേരണയാ, എൻ്റെ മോനെ എനിക്ക് ആവശ്യമുണ്ട്. ഭൂമിയിൽ ഇത്ര കാലം ജീവിച്ചില്ല, എൻ്റെ മോനെ എനിക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക ഈ സമയം. അതുകൊണ്ട് സഹിക്കുന്ന പൊന്നുമക്കളെ, നിങ്ങൾ തളരരുത് കേട്ടാ, നിങ്ങൾ വിഷമിക്കരുത്. പ്രതിഫലം തരുന്നത് ദൈവമാണ്, പ്രതിഫലം തരുന്നത് നിന്റെ കർത്താവാണ്. അത് നിനക്ക് തന്നിരിക്കുന്നേ, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചിന്തിക്കുക, ഒരു സഹനം, ഒരു പക്ഷെ നീ ശുശ്രൂഷ ചെയ്യുന്നില്ല, ഒന്നുമില്ല, നീ കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിലും ഒരു വേദനയിലൂടെ ദൈവം നിന്നെ തൻ്റെ പക്കലേക്ക് ആനയിക്കാന്നേ. ദൈവം നിന്നെ ആകർഷിക്കുക. എന്തിനാ ഈ ആകർഷണം? നിന്നെക്കുറിച്ച് വലിയ വലിയ പദ്ധതി മനസ്സിൽ ഒരുക്കിയിട്ടുള്ള ആ ദൈവത്തിന് നീ നശിച്ചു പോകുന്ന കാണാൻ ഇഷ്ടമില്ല. നീ പാപത്തിൻ്റെ മ്ലേച്ഛതയിൽപ്പെട്ട് നീ ഇങ്ങനെ ഉഴലുന്നവനായി ജീവിക്കുന്നത് കാണാൻ തമ്പുരാൻ ഇഷ്ടമില്ലെന്ന്. ആ പിശാചിൻ്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് വേറൊരു പോംവഴിയില്ല. നിനക്കൊരു വേദന തരുമ്പോൾ നിന്റെ മുട്ട് മടങ്ങും ആ തമ്പുരാൻ്റെ മുമ്പിൽ. അങ്ങനെ നീ ഒരു അനുതാപത്തിലേക്ക് കടന്നു വരണം. അതാ ദൈവം പറഞ്ഞ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിനാവശ്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേദന ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? നീ വിശ്വസിക്കാൻ, നീ തമ്പുരാൻ അറിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്നെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ ഒരു സഹനത്തിലൂടെ ദൈവം നിന്നെ നയിക്കുക. നീ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, നീ മടങ്ങി വന്നിട്ടില്ല തമ്പുരാനിലേക്ക്, അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ? നീ മടങ്ങി വരാൻ വേണ്ടി ദൈവം ഒരുക്കാൻ നിന്നെ. വിശ്വസിച്ചോ? വചനം പറയാ. അതുകൊണ്ടാണ് വചനം പറഞ്ഞ്, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ ആരാണ് മോനെ എന്നെ സന്തോഷിപ്പിക്കാനുള്ളത്? നീ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. സ്നേഹമുള്ള ദൈവജനമേ, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചനം. ആമോസ് 4:6 മുതൽ, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിൻ്റെ തരി പോലുമില്ല. എന്നിട്ടും എന്തേ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല? ദൈവമായ കർത്താവ് ചോദിക്കുന്നു. നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാ. പല്ലിൻ്റെ പണി എന്നതാ? ഈ ഭക്ഷണം ചവച്ചരിക്കല്ലേ. എന്ന് വെച്ചാൽ ഭക്ഷണമില്ലാത്ത ചില അവസ്ഥകൾ പോലും, ചില പട്ടിണി പോലും, ചില ദാരിദ്ര്യം പോലും ദൈവം എന്തിനനുവദിക്കുന്ന? രക്ഷകനിലേക്ക് നീ തിരിച്ചു ചെല്ലാൻ വേണ്ടി, മടങ്ങി വരാൻ വേണ്ടി. അതല്ലേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ധൂർത്തപുത്രൻ ആ പിതാവിൽ നിന്ന് തൻ്റെ സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി കൂട്ടുകാരുമൊത്തൊക്കെ ഉല്ലസിച്ച് ജീവിച്ചു, ആർഭാടമാക്കി ജീവിച്ചു. എല്ലാം ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമമുണ്ടായി. ഭക്ഷണത്തിന് പോലും വകയില്ലാതായി ഈ അപ്പൻ്റെ മോന്, ഈ സ്നേഹമുള്ള പിതാവിൻ്റെ മകന്, അപ്പനിൽ നിന്ന് അകന്നു പോയ മകൻ. എന്താ സംഭവിച്ച്? പന്നി തിന്നുന്ന തവിട് പോലും അവന് കിട്ടിയില്ല എന്ന് ലൂക്കാ സുവിശേഷകൻ 15-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. പന്നി തിന്നുന്ന തവിട് പോലും അവന് കിട്ടിയില്ല. പന്നിക്കുള്ള വില പോലും മനുഷ്യനായ ആ മകന് ലഭിച്ചില്ലെന്ന്. ഒരു പന്നിയുടെ ബഹുമാനം പോലും കിട്ടിയില്ല. പന്നി തിന്നുന്ന തവിട് പോലും അവന് ലഭിച്ചില്ല. അപ്പോഴാണ് ആ വേദന കിട്ടിയപ്പോൾ, ആ ദുഃഖം കിട്ടിയപ്പോൾ, ആ വിശപ്പ് അനുഭവിച്ചപ്പോൾ അവൻ ഓർത്തത് എന്താണെന്നറിയോ? എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ വേലക്കാർ പോലും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഞാൻ അപ്പൻ്റെ മകനായിട്ട് ഇവിടെ വിശന്ന് മരിക്കുക. ഞാൻ മടങ്ങിപ്പോകും എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക്. എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഞാൻ ചെന്ന് പറയും, അപ്പച്ച, സ്വർഗത്തിനെതിരെ നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു. മോനെന്ന് വിളിക്കണ്ട കേട്ടോ, ഒരു മകനായി ഒന്നും സ്വീകരിക്കേണ്ട, അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലപ്പ. ദാസനാക്കണേ, ഒരു വേലക്കാരനാക്കിയാൽ മതി. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ട് കൂടി കിടന്നോളാം, ഞാൻ എന്തെങ്കിലുമൊക്കെ വേലക്കാരുടെ പണി ചെയ്തോളാം, എനിക്ക് ഭക്ഷണം കിട്ടിയാൽ മതി. മകൻ്റെ സ്ഥാനം ഞാൻ നഷ്ടപ്പെടുത്തി. പശ്ചാത്താപത്തിലേക്ക് തിരിച്ചു വന്ന തൻ്റെ മകന് വേലക്കാരനാക്കാൻ നോക്കിയില്ല പിതാവ്. ആ പിതാവ് ആനന്ദിച്ചു, സന്തോഷിച്ചു, മകനായി സ്വീകരിച്ചു. കയ്യിൽ മോതിരമണിയിച്ചു, കാലിൽ ചെരുപ്പണിയിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ പല്ലിന് പണിയില്ലാതെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ മകൻ വിശന്ന് പൊരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പട്ടിണി കിടന്ന് പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മോനല്ലേ,
കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്ക്. കാരണം എന്തിനാ? എന്താ കാരണം പ്രിയപ്പെട്ടവര്? എവിടെയാണോ അവന് തകർച്ച സംഭവിച്ച്, എവിടെയാണോ അവൻ ദുഃഖിച്ചത്, ഭക്ഷണമില്ലാതെ വേദനിച്ച തൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ കൊഴുത്തതിനെ കൊന്നു. എന്തിനു വേണ്ടി? പല്ലിന് പണിയുണ്ടാക്കി കൊടുക്കാൻ, എൻ്റെ മകന് സമൃദ്ധമായിട്ട് ആഹാരം കൊടുക്കാൻ. അതാ നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവര്. അതാ നമുക്ക് വേണ്ടി മരിച്ചവൻ്റെ ഡ്യൂട്ടി. അതാ അവിടുത്തെ സ്നേഹം. ആ കർത്താവ് എത്രയോ നല്ലവനാ, സ്നേഹമുള്ളവര്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ജാർഖണ്ഡിൽ ഒരു ധ്യാന മന്ദിരത്തിൽ പോയി. ഡുംക എന്ന സ്ഥലത്ത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ, മദർ തെരേസ കോൺഗ്രിഗേഷൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സണ്ണി ബ്രദറെ, ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു ആശ്രമമുണ്ട്, ഒന്ന് വരണം. ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, കൊച്ചു കുഞ്ഞുങ്ങൾ 3 മാസം 4 മാസം 6 മാസം 1 വയസ്സ് അങ്ങനെ പ്രായമുള്ള കുറേ കുഞ്ഞുങ്ങൾ. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, ഈ കുട്ടികളൊക്കെ ഇവിടെ ഇവരുടെ മാതാപിതാക്കൾ? ചില കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും മരിച്ചു പോയി TB രോഗം വന്നിട്ട്, ചില കുഞ്ഞുങ്ങളെ അമ്മ അപ്പനും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ആരുമില്ല ഈ പാവങ്ങൾക്ക്. കൊച്ചു കുട്ടികൾ പ്രിയപ്പെട്ടവര്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ശിരസിൽ ഇങ്ങനെ കൈവച്ചു, പെർമിഷൻ എടുത്തിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ, ആർക്ക് വേണ്ടെങ്കിലും നിനക്ക് വേണമല്ലോ ഈ കുട്ടികളെ. ആരുപേക്ഷിച്ചാലും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. നന്ദി കർത്താവേ എന്നും പറഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിൽ നിറയട്ടെ കർത്താവേ, രോഗം വരാതെ സൂക്ഷിക്കണേ, രോഗം വരാതെ കാക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ഞാൻ ഒരു വചനം കേട്ടു എൻ്റെ ഉള്ളിൽ. അത് പറയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞ്. ആ വചനം ഇതാണ്, യെശയ്യാ 49, 14, 15 തിരുവചനങ്ങൾ. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. സിയോൻ്റെ പരാതിയ, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വേദനയോ പ്രശ്നമോ കഷ്ടപ്പാടോ ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ വരുമ്പോൾ ഞാനും നമ്മളിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് പോലെ തന്നെ വേണ്ടേ, ദൈവം പോലെ തന്നെ കൈവിട്ടോ, കർത്താവ് എന്നെ ഉപേക്ഷിച്ചോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. ആ പദ്ധതി പ്രകാരം ഒരു വേദനയിലൂടെ നിന്നെ കൊണ്ടുപോകുക. അത് സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, അത് രോഗപീഠകളാകാം, അതെല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥയാകാം, അത് ചെയ്യാത്ത തെറ്റിന് വേദനിക്കുന്ന അവസ്ഥയാകാം, അത് നീ എല്ലുമുറിയെ ശുശ്രൂഷ ചെയ്തിട്ടും അവഗണന കിട്ടുന്നൊരു അവസ്ഥയാകാം. ശുശ്രൂഷകയെ നിന്റെ ആരും നിന്നെ ഗവനിക്കില്ല, തമ്പുരാനും നിന്നെ കൈവിട്ടിട്ടില്ല. എന്നിട്ട് 15-ാമത്തെ വചനം പറയാ, യെശയ്യാ 49:15, മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തൻ്റെ മോനോട് കരുണ കാണിക്കാതിരിക്കോ? അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എനിക്ക് കരച്ചിൽ വന്ന് ഈ വചനം കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. അവിടെ ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന 1-2 പെൺകുട്ടികളൊക്കെ ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. ഇതൊക്കെ നോക്കാന്നേ അവരൊക്കെ, ഈ പാവങ്ങളെ. ഇതൊക്കെ ആര് കാണുന്നു? ലോകം. ഇതൊക്കെ ലോകം അറിയുന്നുണ്ടോ? എനിക്കറിയാന്നേ, 10-35 കൊല്ലമായിട്ട് ഞാൻ നടക്കാൻ നോർത്ത് ഈസ്റ്റൊക്കെ വൈദികർ സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, കഷ്ടപ്പാടുകൾ എനിക്കറിയാം പ്രിയപ്പെട്ടവർ. അവിടെയുള്ള പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞു, അവർ ചോദിച്ചു എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ സിസ്റ്ററോടും അവിടെയുള്ള പെൺകുട്ടികളോടൊക്കെ പറഞ്ഞു, ദൈവം പറയുക, കർത്താവിന് ഇവരെ ഇഷ്ടം. ആർക്ക് വേണ്ടെങ്കിലും ദൈവം പരിപാലിക്കുന്ന കണ്ടോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? सियोन कह रही थी, प्रभु ने मुझे त्याग दिया, मेरा प्रभु ने मुझे बुला दिया. लेकिन प्रभु कहते, क्या कोई दूध मुआ बच्चे को अपनी माँ बुला सकती है? क्या कोई पुत्र से अपनी माँ तरस नहीं खाते हो? यदि तुम्हारी माँ तुम्हें बुला भी दे, लेकिन मैं तुम्हें नहीं बुलाऊंगा, नहीं बुलाएगा मैं तुमको. ദൈവം മറക്കില്ല പൊന്നുമക്കളെ. ഒരു വേദന അനുഭവിക്കുന്നുണ്ടോ എൻ്റെ പൊന്നുമോൻ, എൻ്റെ മോളിപ്പോ? അതിൻ്റെ പിന്നിൽ ഒരു മഹത്തായ ലക്ഷ്യമുണ്ട്. നീ തിരിച്ചു വരണമെന്ന്. അതിനുവേണ്ടി ചില വേദനകൾ അനുവദിക്കും ദൈവം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 4:7 മുതൽ പറയുന്നുണ്ട്, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി. 3 മാസം കൂടി മഴ കിട്ടിയാൽ നന്നായി ഫലമുണ്ടായേന്. പക്ഷെ മഴ മുടക്കി. കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി.
ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊരു നഗരം മഴയില്ലാതെയായി. ഒരു വയലിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊരു വയൽ മഴ കിട്ടാതെ വരണ്ടുപോയി. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇന്നലെ ചാലക്കുടിയിൽ എന്നാ മഴയായിരുന്നു, പക്ഷെ തൃശ്ശൂർ മഴയുണ്ടായില്ല. ഇന്നലെ ചാലക്കുടിയിൽ ഒടുക്കത്തെ മഴയായിരുന്നു, പക്ഷെ അങ്കമാലി സൈഡിലേക്ക് മഴയില്ലെന്നേ. ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊരു നഗരത്തിൽ മഴ കിട്ടാതെയായി. 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റ് പല സ്ഥലത്തേക്കും പോയി. അവിടെ അവർക്ക് തൃപ്തിയാവോളം ലഭിച്ചില്ല. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. കണ്ടോ? എന്നിട്ടും പറയുന്നുണ്ട് വചനം അവിടെ. സസ്യങ്ങളെ ഉണക്കുന്ന പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും കാറ്റ് വീഴ്ചകൾ കൊണ്ടും ഞാൻ നിങ്ങളെ പ്രഹരിച്ചു. അത്തിവൃക്ഷവും മുന്തിരിച്ചെടിയും ഫലങ്ങളില്ലാതെയായി. ചില ഫലങ്ങളുള്ളത് വെട്ടുകിളികൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല. മടങ്ങി വരാൻ വേണ്ടി ചില വേദന തരാട്ടാ, മടങ്ങി വരാൻ വേണ്ടി ചില കഷ്ടപ്പാട് തരാ, മടങ്ങി വരാൻ വേണ്ടി ചിലത് അനുവദിക്കുക. ഹോസിയ 11:7 പറയുന്നില്ലേ? എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് നുകം വെച്ചിട്ടുണ്ട്. ആ നുകം എടുത്തു മാറ്റാൻ ആർക്കും സാധിക്കില്ല. നുകം വെച്ചവന് തന്നെയാണ് നുകം എടുത്തു മാറ്റാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, ഞാൻ അവർക്ക് നുകം വെച്ചിരിക്കുന്നു. ആ നുകം എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. ആ നുകം വെച്ചവൻ്റെ അടുക്കലേക്ക് തിരിച്ചു തന്ന്, ദൈവമേ തെറ്റിപ്പോയിട്ടോ, ഞാനൊന്ന് കുമ്പസാരിച്ചോളാം, ഞാൻ അനുദപിച്ചോളാം, ഞാൻ തിരിച്ചു വന്നോളാം, ദൈവഹിതപ്രകാരമാണല്ലോ ഈ വേദന, ഞാൻ അനുതാപത്തോടെ നിന്റെ മക്കളിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ദൈവത്തോട് അടുക്കുമ്പോൾ പൊന്നുമക്കളെ, ഒരുപക്ഷെ ദൈവം അതെടുത്ത് മാറ്റുന്നൂന്നേ ഇന്നും സംഭവിക്കുക, ഇന്നും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരൊന്നാകേണ്ട. വേദനയെക്കുറിച്ച് നന്ദി പറയുക. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ദൈവമേ. ഒരു പാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ നീ എന്നെ ഒരുക്കിയതാ ദൈവമേ. യെസ്, സത്യമായിട്ടും നിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, നിന്റെ രക്ഷ അനുഭവിച്ചറിയുവാൻ, ശാപമോക്ഷം ലഭിക്കുവാൻ, ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ, പിശാചിൻ്റെ ലഗിയോൻ കൂട്ടത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ എൻ്റെ ദൈവം ഒരു വേദന തന്ന് ദൈവസന്നിധിയിലേക്ക് എന്നെ ആകർഷിച്ചതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ. സാരില്ലെന്ന് എബ്രായ ലേഖനം 12:6 പറയുന്നില്ലേ? ഞാൻ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം കൊടുക്കും. ഞാനൊരിക്കൽ എൻ്റെ മകൻ, അവൻ ചെറുതായിരിക്കുമ്പോൾ 4 വയസ്സ് 5 വയസ്സൊക്കെ ആയിരിക്കുമ്പോൾ അവന് വയറിലൊരു അസുഖം വന്നു. ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പോയി, എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കാൻ. അങ്ങനെ കുഞ്ഞ് എക്സ്റേ എടുക്കാനായിട്ട് എക്സ്റേ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും കുഞ്ഞ് കിടന്ന് ഗംഭീര വെപ്രാളം, കരച്ചിൽ. ഞാൻ വരാൻ കാത്തിരുന്നു. ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ അപ്പം വരുമ്പോൾ വിളിക്കണം. ഞാൻ ചെന്നു. ആ കുട്ടി സമ്മതിക്കുന്നില്ല അവരെ കൊണ്ട്. അവരാണെങ്കിൽ കയറ്റൊന്നുമില്ല, വിഷമിച്ച്. നിങ്ങൾ ആ കുട്ടിയെ മുറുകെ പിടിച്ച് അമർത്തി പിടിച്ച് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ആ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് എക്സ്റേ എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആ രോഗം തിരിച്ചറിയില്ല. ഡോക്ടറെ വാക്ക് കേട്ട് ഞാൻ ഈ കുട്ടിയെ എടുത്തപ്പോൾ തന്നെ അവൻ കരയാൻ തുടങ്ങി. അവന് മനസ്സിലായി. ഞാൻ പിടിച്ച് നിർബന്ധിച്ച് എക്സ്റേ മുറിയിൽ കൊണ്ടുപോയി അമർത്തി പിടിച്ച് കാലൊക്കെ ഇങ്ങനെ വേദന അവൻ്റെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ പിടിച്ച് എക്സ്റേ എടുത്തു. പ്രിയപ്പെട്ടവരെ, എക്സ്റേ എടുപ്പിച്ചു അവിടെ. എന്നിട്ട് ഞാൻ അവനെ സ്വതന്ത്രനാക്കിയപ്പോൾ ഞാൻ ഓർക്ക ഇപ്പോഴും വേദനയോടെ എൻ്റെ മകൻ എൻ്റെ നേരെ നോക്കി നിറകണ്ണുകളോടൊരു ചോദ്യം ചോദിച്ചു. നന്നായിട്ട് സംസാരിക്കും അവൻ അന്ന്, ചെറുതാ. പപ്പയ്ക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേ? പപ്പയ്ക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേ? ഞാൻ കരഞ്ഞു. ഞാൻ എങ്ങനെ അവൻ അറിയിക്കും? എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ ഞാൻ അവൻ അങ്ങനെ അമർത്തി പിടിച്ച് എക്സ്റേ എടുപ്പിച്ചത്. അല്ലെങ്കിൽ അവൻ്റെ രോഗം മാറുമോ? ഇതുപോലെ നമ്മൾ പലരും നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു വേദനയും കഷ്ടപ്പാടും പ്രയാസമൊക്കെ വരുമ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമില്ല ദൈവമേ, കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപത്തിൻ്റെ ഫലമാണോ, ശാപാണോ, അതാണോ ഇതാണോ? ചില വേദന ദൈവം തരാന്നേ. അങ്ങനെ നന്ദിയോടെ സ്വീകരിച്ച് വഹിക്കാൻ എളുപ്പമുള്ളതാവൂട്ടാ. നന്ദി പറയാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. ഈശോയെ നെഞ്ചോട് ചേർത്ത് വെച്ച്
കുരിശിൽ കിടന്ന് പിടയുന്ന കർത്താവിനെ നീ മനസ്സിൽ കാണണ്ടേ. നമ്മുടെ വേദനകൾ അവിടുന്ന് ഏറ്റെടുത്തു. നമുക്ക് സഹിക്കാൻ പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ മടങ്ങി വരാനായിരിക്കാം, ഒരുപക്ഷെ ചിലത് ഉപേക്ഷിക്കാനായിരിക്കാം, ഒരുപക്ഷെ സഹിക്കുന്ന നിന്നെ ഇതാ വീണ്ടും ഫലം തരുന്നതിനെ ഞാൻ വീണ്ടും വെട്ടിയൊരുക്കുന്നു പറഞ്ഞവൻ വീണ്ടും വെട്ടിയൊരുക്കായിരിക്കാം. എന്തായിക്കോട്ടെ, നല്ലതിനാ നന്ദി പറയട്ടെ. എനിക്ക് പരാതിയില്ല. നീ എന്നെ വിട്ടു പോകാതിരുന്നാൽ മതി കർത്താവേ. നീ എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്കറിയാം. അനുഗ്രഹിക്കണേ, കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ഇത്രമാത്രം അമ്മ സഹിച്ചു സഹരക്ഷകയായി മാറി ഞങ്ങളുടെ സഹനങ്ങളും നല്ലതിനായിട്ട് സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അമ്മേ. ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മ വരണേ, മകനെ കൊണ്ടുവരണേ, കൃപ ചൊരിയണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളും ലോകം മുഴുവനും യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.